ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഞാൻ ഒരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കുമല്ലോ ബീഫ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്കായിട്ട് ഞാൻ 1 കിലോ ബീഫിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. 4 വലിയ സവാള, ഒരു വലിയ തക്കാളി, ഒരു 2 സ്പൂണ് വെളുത്തുള്ളി, 6 പച്ചമുളക്, 2 പീസ് ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വേപ്പില, ഇത്രയാണ് എടുക്കുന്നത്. ഇത് സവാളയ്ക്ക് പകരം നമുക്ക് ഉള്ളി വേണമെങ്കിൽ എടുക്കാം. ഉള്ളിയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സവാളയാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് അരിഞ്ഞിട്ട് വരാം. എല്ലാം ഞാൻ പാകത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വേറെ വെച്ചേക്കുന്നത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അരിഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ മിക്സിയിൽ ഇട്ട് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പച്ചമുളക് ഞാൻ നീളത്തിൽ മുറിച്ചാണ് ഇട്ടേക്കുന്നത്. തക്കാളി ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില നന്നായിട്ടിട്ടാൽ അതിന് വളരെ ടേസ്റ്റാണ്. പിന്നെ ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. എരിവൊക്കെ എല്ലാവരുടെയും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ചിലർക്ക് എരിവ് അധികമുള്ളതായിരിക്കും ഇഷ്ടം. ഇതിപ്പോൾ എൻ്റെ പാകത്തിനാണ്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടി ഇടാം, അതല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി കുറയ്ക്കാം. അല്ലെങ്കിൽ ഇനി നമുക്ക് ഈ സവാള, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റണം. ആദ്യം തന്നെ ഒന്ന് എളുപ്പത്തിൽ വേഗം ആകാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിനകത്താണ് വഴറ്റുന്നത്. ഒരു വിസിൽ പോയാൽ മതി. അപ്പോൾ നമുക്കത് പെട്ടെന്നായി കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ബീഫ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇത് കുക്കറിനകത്തിടാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുക്കറിനകത്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ വെച്ചേക്കുന്നത്. ഇതിൽ ഇട്ട് എല്ലാം മിക്സാക്കിയിട്ട് നമുക്ക് കുക്കറിനകത്തേക്ക് മാറ്റാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ സോസ് പാൻ വെച്ചത്. ഇനി ഇത് തീ കത്തിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഏതിൽ വേണമെങ്കിലും ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയാണ് കൂടുതൽ രുചി. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് സവാള, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിന് കുറച്ച് സവാള, അതല്ലെങ്കിൽ കുറച്ച് ഉള്ളി സെപ്പറേറ്റ്, കുറച്ച് ഉള്ളി അരിഞ്ഞെടുത്തിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് ബ്രൗൺ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പിന്നീട് താളിക്കേണ്ടതായിട്ട് വരില്ല. ആ ഉള്ളി അല്ലെങ്കിൽ സവാള ആ ബ്രൗൺ നിറമായി കിട്ടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. എല്ലാ സവാളയും അങ്ങനെ ചെയ്യണമെന്നില്ല. കുറച്ച് ഇളക്കി കൊടുക്കാം. ഇത് വേഗം ഒന്ന് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ അതിനകത്തിടാം, ഇല്ലയെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. ഇത് എൻ്റെ ഉമ്മമാരുണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റ് എല്ലാവർക്കും അതൊരു നൊസ്റ്റാൾജിയാണല്ലോ. നമ്മളൊരു ദിവസം പോലും അത് ഓർക്കാതിരിക്കില്ല എന്ത് കഴിക്കുമ്പോൾ.
കേട്ടോ. എൻ്റെ ഉമ്മയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ആളിപ്പോൾ ജീവിച്ചിരിക്കില്ല. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ ഉമ്മച്ചീനെ ഓർക്കാതിരിക്കലില്ല. അപ്പോൾ സവാള മൂത്ത് വരുന്നുണ്ട്, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ സാധാരണ ചെയ്യുമ്പോൾ കുക്കറിനകത്ത് തന്നെയാണ് ഇതെല്ലാം ചെയ്യൽ. അപ്പോൾ വേറെ വേറെ പാത്രം കഴുകേണ്ട വരില്ലല്ലോ. എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങുക, അതാണ് എൻ്റെ പോളിസി. അപ്പോൾ ഞാൻ നേരിട്ട് തന്നെ കുക്കറിനകത്ത് തന്നെയാണ് ഇതെല്ലാം ചെയ്യൽ. പിന്നെ അവസാനം വേണമെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഫ്രൈ ആക്കണമെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് ഒന്ന് വറ്റിക്കുക, കുറച്ച് വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ അതും നല്ല രുചിയാണ്. നമ്മൾ ബീഫ് വെന്ത് കഴിയുമ്പോൾ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അത് ഇരുന്ന് ചൂടാക്കും തോറും അതിനും വേറെ വേറെ ടേസ്റ്റാണ്. എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്, എല്ലാം നമുക്കിഷ്ടമാവും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സവാള ബ്രൗൺ നിറയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ പൊടികൾ, എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇടുക. നമ്മൾ ഗരം മസാലയൊക്കെ നമ്മൾ തന്നെ പൊടിക്കുന്നതാണ് കേട്ടോ. എല്ലാം നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ മായം ഉണ്ടാവില്ല. ആദ്യം മുളക് പൊടി ഇട്ടു. നമ്മൾ ഇത് ഇടുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് സിമ്മിലാക്കി വെക്കണേ, ഓഫ് ചെയ്താലും കുഴപ്പമില്ല. അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി. എല്ലാം നമ്മൾ നേരത്തെ അളവിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കതൊരു എളുപ്പമായിരിക്കും. പുതിയതായിട്ട് പാചകം ചെയ്യുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്ന എക്സ്പെർട്ടുകൾക്ക് അതൊന്നും ബാധകമല്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇനി അതൊന്ന് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം, അതിൻ്റെ ഒരു പച്ച മണം മാറിയാൽ മതി. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റും വേപ്പില ഇതെല്ലാം ഇടുക. എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ ഫ്രൈ പാനിൽ നിന്ന് അനങ്ങുന്നത്. കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യും. ഇത് നമ്മൾ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇത് വഴറ്റാൻ ഞാൻ നിൽക്കില്ല. ഇതിപ്പോൾ തന്നെ കുക്കറിലേക്ക് മാറ്റും. കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു വിസിൽ വന്നാൽ മതി, എത്രയും പെട്ടെന്നാവും. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളത് ചെയ്യുക. ഒരു കൈ കൊണ്ട് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റണില്ല. ഡിലേ വന്നാൽ ക്ഷമിക്കണം. ഉപ്പ് അളന്ന് എടുത്ത് വെച്ചിരുന്നതാണ്, അത് ഞാനിട്ട് ഉപ്പും ഓരോരുത്തരും അവരുടെ ടേസ്റ്റിനിടാം. ഗരം മസാലയും ചേർത്ത്, ഗരം മസാല ഇപ്പോൾ ചേർത്താലാണ് നമുക്ക് ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് 1 കിലോ. അത് നമ്മൾ വാങ്ങുമ്പോൾ നെഞ്ചടി പറഞ്ഞ് മേടിക്കണം. അത്യാവശ്യത്തിന് എല്ലും നെയ്യും ഒക്കെ ഉള്ള ഭാഗമാണ് നെഞ്ചടി, അതാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ഇറച്ചി മാത്രമായിട്ട് മേടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി ഞാൻ തുറന്ന് അതിനകത്ത് സവാള നന്നായിട്ട് വഴന്ന് കിടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇറച്ചി ചേർക്കുക.
ഇറച്ചി ചേർത്തിട്ട് ഒന്ന് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എരിവും ആ മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കും. നമ്മൾ വാങ്ങുമ്പോൾ ഒത്തിരി നെയ്യുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിക്കളയുക. അതല്ലെങ്കിൽ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ പാത്രത്തിലൊക്കെ ഒത്തിരി നെയ്യാവും. അന്ന് തീരെ നെയ്യില്ലാതിരുന്ന് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എത്ര വെളിച്ചെണ്ണ ഒഴിച്ചാലും അതിനൊരു ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ എല്ലില്ലാതെ ചിലർക്ക് തുടർച്ചയായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളതാകുമ്പോൾ എല്ലില്ലാതെ കറി വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് കുറയും. ഇപ്പോൾ ഫ്രൈ ആക്കാനാണെങ്കിൽ ഇത് ഡ്രൈ ഫ്രൈ ആക്കാനാണെങ്കിൽ എല്ലും നെയ്യും വേണമെന്നില്ല, കുഴപ്പമില്ല. ഇനി അതെല്ലാം തട്ടി വെക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർക്കുക. നമ്മൾ കത്ത് പിടിക്കുകയൊന്നുമില്ല, എന്നാലും അത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. പിന്നെ അതൊന്ന് ചേർക്കുക. അതിനുശേഷം ഒന്നുകൂടെ തട്ടിപ്പൊത്തിയിട്ട് നമ്മളതിൻ്റെ മൂടിയിട്ട് വെക്കുക. കുക്കർ അടച്ച് വെച്ച് ഒരു 7 വിസിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടിരുന്നു. ഇപ്പോൾ ചൂടെല്ലാം കുറഞ്ഞ് ആവിയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ തുറന്ന് നല്ല പാകം വേവായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാം നല്ല നെയ്യ് തെളിഞ്ഞു. ഇനി നമ്മളൊരു ഫ്രൈ പാൻ, നേരത്തെ നമ്മൾ സവാള വഴറ്റി ഫ്രൈ പാൻ തന്നെ, അത് കഴുകേണ്ടതൊന്നും ആവശ്യമില്ല. അത് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി കഴിയുമ്പോൾ കുറച്ചുകൂടി വേപ്പില അതിലിട്ടൊന്ന് ഫ്രൈ ആക്കുക. ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. വേപ്പില എത്ര ചേർന്നാലും ടേസ്റ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ വേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഈ ബീഫിനെ അതിലേക്കൊന്ന് കൊട്ടണം. അത് നിങ്ങൾക്കൊന്ന് നന്നായിട്ട് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കുക്കറിൽ നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സവാളയെല്ലാം വഴറ്റാതെ വേണമെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് ബീഫിൻ്റെ കൂടെ ചേർത്ത് വേവിക്കാവുന്നതാണ്. അവസാനം ഇതുപോലെ ഉള്ളി അരിഞ്ഞിട്ട് താളിച്ചാൽ മതി. അതിന് വേറൊരു ടേസ്റ്റാണ്. പക്ഷേ സവാള മൂപ്പിച്ചിട്ട് അതിൽ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കുക്കറിനകത്ത് ഒന്ന് ചുട്ട് വെക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അത് വേറെ ഒന്നാണ്. അതും നല്ല ടേസ്റ്റാണ്. ഞാൻ കുക്കറിലേക്ക് കറിവെക്കും. നല്ല മണം വരുന്നുണ്ട്, നല്ല ചൂടുണ്ട്. കാരണം എണ്ണ തിളയ്ക്കുന്നുണ്ട്, നല്ല മണമുണ്ട്. ഇത് ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, പത്തിരി, ഏതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അധികം സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത്തിരി ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ചേർക്കാൻ പോവാണ്. എനിക്കിത്തിരി ഉപ്പ് കൂടുതൽ വേണ്ട ആളായതുകൊണ്ട് അറിയാം. അല്ലാത്തവർക്ക് ഇത് പാകം ഉപ്പ് തന്നെയായിരിക്കും. ഇനി അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതെല്ലാം റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയുടെ കൂടെ ബീഫും തേങ്ങാപ്പാലും ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.